ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമിത്താപിതപദ്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഇന്ന് നമ്മൾ ശ്രീമൻ നാരായണീയത്തിലെ 44-ാമത്തെ ദശകം വായിക്കാൻ പോവാണ്. നാമകരണ വർണ്ണനമാണ്, കൃഷ്ണൻ്റെ നാമകരണമാണ് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഗൂഢം വസുദേവഗിരാകർത്തും ത്രേ നിഷ്ക്രിയസ്യ സംസ്കരാൻ ഹൃഗദഹോരാ തത്ത ഗർഗമുനിഃ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വസുദേവഗിരാകർത്തും ത്രേ നിഷ്ക്രിയസ്യ സംസ്കരാൻ ഹൃഗദഹോരാ തത്തോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വസുദേവഗിരാ കർത്തും ത്രേ നിഷ്ക്രിയസ്യ സംസ്കരാൻ ഹൃദ്ഗതഹോരോ തത്വഃ ഗർഗമുനിഃ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വാസുദേവഗിരാ ഗുഡം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കരാൻ ഹൃഗത മഹോരാതത്വം ഗർഗമുനിഃ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കരാൻ ഹൃഗദഹോരോ തത്വഃ ഗർഗമുനിഃ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഹേ ഭഗവാനെ, നാരായണ ഭട്ടതിരിപ്പാട് കൃഷ്ണൻ്റെ അടുത്ത് പറയണം. കൃഷ്ണൻ്റെ മുമ്പിലും നാരായണ ഭട്ടതിരിപ്പാടിന് മുമ്പ് കൊച്ചു കുട്ടിയായിട്ട് കൃഷ്ണൻ ഇരിക്കുകയാണല്ലോ ഗുരുവായൂരപ്പൻ. അത് പറയാണ്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഗുരുവായൂരപ്പൻ്റെ കഥ തന്നെ പറയണം. ഭഗവാനെ, വാസുദേവൻ്റെ വാക്കുകളാൽ നിഷ്ക്രിയനായ അങ്ങയുടെ നാമകരണ ആദ്യ സംസ്ക്രിയകളെ ആരും അറിയാതെ ചെയ്യുന്നതിനായി മനപ്പാടമായിരിക്കുന്ന ജ്യോതിഷ തത്വങ്ങളോടുകൂടിയ ഗർഗമഹർഷി അങ്ങയുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഹേ ഭഗവാൻ, വസുദേവൻ്റെ വാക്കുകളാൽ, വസുദേവൻ നന്ദഗോപുരത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കൃഷ്ണൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാക്കുകളാൽ നിഷ്ക്രിയനായ അങ്ങയുടെ നാമകരണാദി സംസ്കാരക്രിയകളെ നിഷ്ക്രിയനായ അങ്ങയുടെ നാമകരണാദി സംസ്കാരക്രിയകളെ ആരും അറിയാതെ ചെയ്യുന്നതിനായി മനപ്പാടമായിരിക്കുന്ന ജ്യോതിഷ തത്വങ്ങളോട് കൂടിയ ഗർഗമുനിക്ക് ജ്യോതിഷ തത്വങ്ങൾ മനപ്പാടമാണ്. അപ്പം മനപ്പാടമായിരിക്കുന്ന ജ്യോതിഷ തത്വങ്ങളോടുകൂടിയ ഗർഗമഹർഷി അങ്ങയുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അടുത്ത ശ്ലോകം. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമം യമിനാം മന്ദസ്മിതാർദ്രം ഊചേ ത്വത്സംസ്കാരാൻ വിദാതും ഉത്സുഹദ്ദീഃ. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയനമമും യമിനാം മന്ദസ്മിതാർദ്രമുചേ ത്വത്സംസ്കാരാൻ വിദാതും ഉത്സുഹദീഃ. നന്ദഃ അത് നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയൻ അമും യമീനാം മന്ദസ്മിത ആർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിദാതും ഉത്സുഹദീഃ. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം ആനയൻ അമും യമീനാം മന്ദസ്മിതാർദ്രമുചേ ത്വത്സംസ്കാരാൻ വിദാതും ഉത്സുഹദീഃ. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം ആനയൻ അമും യമിനാം മന്ദസ്മിതാർദ്രമുചേ ത്വത്സംസ്കാരാൻ വിദാതും ഉത്സുഹദീഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്തരം സന്തുഷ്ടഹൃദയനായ നന്ദഗോപന് താപസന്മാരിൽ നിന്നും വരിഷ്ഠനായ ഇദ്ദേഹത്തെ ബഹുമാനിച്ച് അങ്ങയുടെ നാമകരണാദി സംസ്കാരക്രിയകളെ നിർവഹിക്കുന്നതിന് ഔത്സുക്യത്തോടു കൂടിയവനായി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് അരുളി ചെയ്തു. അനന്തരം സന്തുഷ്ടഹൃദയനായ നന്ദഗോപന് താപസന്മാരിൽ വരിഷ്ഠനായ ഗർഗമുനിയെ ബഹുമാനിച്ച് അങ്ങയുടെ നാമകരണാദി സംസ്കാരക്രിയകളെ നിർവഹിക്കുന്നതിന് ഔത്സുക്യത്തോടു കൂടിയവനായി മന്ദസ്മിതം കൂടിക്കൊണ്ട് അരുളി ചെയ്തു. യദുവംശാചാര്യത്വാദ് സുനിബിധം ഇദം ആര്യ
യദുവംശാചാരത്വാ സുനിവൃതമാര്യ കാര്യമിരിക്കഥയെന്ന് ഗർഗോ നിർഗത പുലകഃ ചക്രേ തവസ അഗ്രജസ്യ നാമാനി. യദുവംശാചാര്യത്വാത് സുനവിവൃതമിതമാര്യ കാര്യമിതി കഥയന് ഗർഗോ നിർഗത പുളകചക്രേ തവ സാഗ്രജസ്യ നാമാനി. യദുവംശ ആചാര്യത്വാത് സ്വനിവൃതം ഇതം ആര്യം കാര്യം ഇനി കഥയന് ഗർഗഃ നിർഗത പുളകഃ ചക്രേ തവസ അഗ്രജസ്യ നാമാനി. യദുവംശ ആചാര്യത്വാത് സുനിവൃതം ഇതം ആര്യം കാര്യം ഇതി കഥയന് ഗർഗഃ നിർഗത പുളകഃ ചക്രേ തപസ അഗ്രജസ്യ നാമാനി. എനിക്ക് യദുവംശത്തിലെ ആചാര്യൻ എന്ന സ്ഥാനമുള്ളതുകൊണ്ട് ഹേ പൂജ്യനായ നന്ദ, ഇത് വളരെ രഹസ്യമായി ചെയ്യപ്പെടേണ്ടതാണ്. എനിക്ക് യദുവംശത്തിലെ ആചാര്യൻ എന്ന സ്ഥാനമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും കംസൻ ഉടനെ അറിയും. അതുകൊണ്ട് ഹേ പൂജ്യനായ നന്ദ, ഇത് വളരെ രഹസ്യമായി ചെയ്യപ്പെടേണ്ടതാണ് എന്നറിയിച്ച് ഭഗവാൻ ഗർഗൻ പുളകം കൊണ്ടവനായി ജ്യേഷ്ഠനോടുകൂടി ബലരാമനോടുകൂടി അങ്ങയ്ക്ക് നാമകരണം ചെയ്തു. ജ്യേഷ്ഠനോടുകൂടി അങ്ങയ്ക്ക് നാമകരണം ചെയ്തു. കഥമസ്യ നാമ കുർവേ സഹസ്രനാംന ഹി അനന്തനാംന വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. കഥമസ്യ നാമ കുർവേ സഹസ്രനാംന ഹി അനന്തനാംന വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. കഥമസ്യ നാമ കുർവേ സഹസ്രനാമോ ഹനന്ദനാംനോ വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമുക്ക് നാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. കാരണം കഴിഞ്ഞ ശ്ലോകം മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹനന്ദനാംനോ വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. കഥം അസ്യ നാമ കുർവേ സഹസ്രനാംനഃ ഹി അനന്തനാംനഃ വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. കഥമസ്യ നാമ കുർവേ സഹസ്രനാമോ ഹനന്ദനാംനോ വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. 1000 നാമങ്ങളുള്ളവനായ അഥവാ സംഖ്യയില്ലാത്ത പേരുകളോടുകൂടിയ ഈ ബാലന് എങ്ങനെയാണ് പേര് കൽപ്പിക്കേണ്ടത് എന്ന് ശങ്കിച്ചിട്ടായിരിക്കാം. ഗർഗമുനിക്ക് ധാരാണെന്ന് അറിയാമല്ലോ, അങ്ങനെയൊക്കെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുന്നതാണല്ലോ. 1000 നാമങ്ങളുള്ളവനായ അഥവാ സംഖ്യയില്ലാതെ പേരുകളോടുകൂടിയ ഈ ബാലന് എങ്ങനെയാണ് പേര് കൽപ്പിക്കേണ്ടതെന്ന് ശങ്കിച്ചിട്ടായിരിക്കാം ഗർഗമഹർഷി ഭഗവാൻ നിന്തിരുവടിക്ക് ശുദ്ധമായി നാമകരണം ചെയ്തത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഗർഗമുനിക്ക് നിന്നെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് നിനക്ക് നാമകരണം വളരെ ശുദ്ധമായിട്ടാണ് ഗർഗമുനി ചെയ്തത്. 5ാമത്തെ ശ്ലോകം. കൃഷിതാതുണകാരാഭ്യാം സത്താനന്ദ ആത്മതാം കില വിലപത് ജഗതക കർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമനത്തെ വ്യതനോത്. കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദ ആത്മതാം കില അഭിലപത്. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദ ആത്മതാം കില അഭിലപത് ജഗത് അഗ്രകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമനത്തെ വ്യതനോത്. കൃഷിധാതു ണകാരാഭ്യാം സത്ത ആനന്ദ ആത്മതാം കില അഭിലപത് ജഗത് അഗകർഷിത്വം വാം കഥയത് ഋഷി കൃഷ്ണനാമനത്തെ വ്യതനോത്. കൃഷി ധാതു ണകാരാഭ്യാം സത്ത ആനന്ദ ആത്മതാം കില അഭിലപത് ജഗത് അഘേ കർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമന തേ വ്യതനോത്. അതായത് ഇതിലർത്ഥം എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ ശ്ലോകത്തിനർത്ഥം, അതായത് കൃഷ്ണൻ എന്ന പേര് എന്തുകൊണ്ട് വെച്ചു? മഹർഷി ശ്രേഷ്ഠൻ കൃഷി ധാതു നകാരം എന്നിവയാൽ സത്തും ആനന്ദവും കൂടിച്ചേർന്ന സദാനന്ദ സ്വരൂപത്തോടു കൂടിയിരിക്കുക. കൃഷി ധാതു നകാരം എന്നിവയാൽ സത്തും ആനന്ദവും കൂടിച്ചേർന്ന സദാനന്ദ സ്വരൂപത്തോടു കൂടിയിരിക്കുക എന്ന അവസ്ഥയെ നിർദ്ദേശിക്കുന്നതോ
അഥവാ ജഗത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുക എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതോ ആയ കൃഷ്ണൻ എന്ന പേര് അങ്ങയ്ക്ക് നൽകി പോലും. മഹർഷിശ്രേഷ്ഠൻ കൃഷി, ധാതു, നകാരം എന്നിവയാൽ സത്തും ആനന്ദവും കൂടിച്ചേർന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുക എന്ന അവസ്ഥയെ നിർദ്ദേശിക്കുന്നതോ അഥവാ ജഗത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുക എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതോ ആയ കൃഷ്ണൻ എന്ന പേര് അങ്ങേക്ക് നൽകുകയും ചെയ്തു. ഇനി നമ്മൾ ഇന്ന് വായിച്ച 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. 44-ാമത്തെ ദശകം കൃഷ്ണനാമകരണ വർണ്ണനം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വഃ ഗർഗമുനിഃ ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടമാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമുജേ ത്വത്സംസ്കാരാൻ വിദാതുമുത്സുഹതീഃ. യദ്വംശാചാര്യത്വാദ് സുനവിമൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളക ചക്രേ തവ സാഗ്രജസ്യ നാമാനി. കഥമസ്യ നാമ കുർവേ സഹസ്രനാമോ ഹനന്തനാംനവാഃ. ഇതി നൂനം ഗർഗമുനിഃ ചക്രേ തവ നാമരഹസി വിഭോ. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാ കില അഭിലഭത് ജഗദ് അംഗകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമതേ വ്യതനോത്. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാ കില അഭിലഭത് ജഗദ് അംഗകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമത്തെ വ്യതനോത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.